7:55 തീ പൂർണ്ണമായി അണയ്ക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. NSG സംഘം ഇപ്പോൾ സ്ഫോടനത്തിൻ്റെ സ്വഭാവം പരിശോധിക്കുന്നതാണ് നമുക്ക് സംഭവ സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന വിവരം. വിനീത, മറ്റെന്ത് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളാണ് ഈ കാര്യത്തിൽ നമുക്ക് പ്രേക്ഷകരുമായി ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? തീർച്ചയായും NSG സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ NIA ഉൾപ്പെടെയുള്ള പ്രത്യേക അന്വേഷണ സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിലാണ്. ആ സ്ഫോടനം ഉണ്ടായതിന് സമീപമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ ഒരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ നാശനഷ്ടങ്ങളൊക്കെ തന്നെ വളരെ വലുത് തന്നെയാണ്. ഇവിടെ ഈ സ്ഫോടനത്തിൽ പരിക്കേറ്റവരുടെ രക്തക്കറകളും മറ്റും ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ എത്തി അതൊക്കെ പൂർണ്ണമായും അവിടെ നിന്ന് മാറ്റുന്ന ആ സാഹചര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിലേക്കുള്ള ദയനീയമായിട്ടുള്ള ചില കാഴ്ചകൾ കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് 9 പേർ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. അതിൽ 3 പേർ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടിയുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ ആ ഒരു സ്ഫോടനം ഉണ്ടായ സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ഒരു അത്തരത്തിലേക്കുള്ള വേദന ഉണ്ടാക്കുന്ന ചില കാഴ്ചകൾ തന്നെയൊക്കെയാണ്. പല മേഖലകളിലും ഇപ്പോഴും രക്തക്കറകളുണ്ട്. ആ സ്ഫോടനത്തിൽ പൊട്ടിയ ചില അവശിഷ്ടങ്ങളുണ്ട്. മാംസാവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പല മേഖലകളിലും അവിടെയൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളെല്ലാം ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. മറുവശത്ത് പഴുതടിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.